ഇന്ന് 10th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ പാഠമാണ് എടുക്കാൻ പോകുന്നത്. ഗേസ് ലോ ആൻഡ് മോളിക്യൂൾസ് കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 പോയിൻറ്റ്സ് ആണ്. 4 ഭാഗമായിട്ട് തിരിക്കുക. ഈ പാഠത്തിന് നമുക്ക് ബിഹേവിയർ ഓഫ് ഗ്യാസസ്, രണ്ടാമത്തത് വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ്, മൂന്നാമത്തത് ഗേസ് ലോ, നാലാമത്തത് റിലേറ്റീവ് അറ്റോമിക് മാസ് ആൻഡ് മോളിക്യൂൾ കോൺസെപ്റ്റ്. അപ്പോൾ ഇനി ഇത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ബിഹേവിയർ ഓഫ് ഗ്യാസസ്. ഗ്യാസിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇതിൽ പഠിക്കുന്നത്. നമുക്കിതിൽ 6 പോയിൻറ്റുകളാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ പോയിൻ്റ്, ഗ്യാസ് കണ്ടെയ്ൻ മൈന്യൂട്ട്. ഇവിടെ നമ്മളൊരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിൻ്റ്, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർ ടു വോളിയം ഓഫ് ഗ്യാസ്. അതായത് ഞാൻ ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു, ഒരു ഓക്സിജൻ ഗ്യാസ് എടുത്തു. അതിനകത്തിൽ നിന്ന് ഒരു ഓക്സിജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിൻ്റെ വോളിയത്തെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അടുത്ത പോയിൻ്റാണ്, ഗ്യാസ് മോളിക്യൂൾസ് ആർ റാപ്പിഡ് റാൻഡം മോഷൻ. അതായത് ഈ ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മോഷനിലായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് മോഷനിലാണ് ഇവിടുത്തെ മോളിക്യൂൾസ്. അപ്പോൾ ഈ കണ്ടെയ്നറിൽ അകത്തുള്ള മോളിക്യൂൾ ഇതിൻ്റെ അകത്ത് എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഹൈ ഫ്രീഡമാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതിൽ ഫ്രീഡത്തിൽ പോകുന്നുണ്ട്. അവർക്ക് അങ്ങോട്ടും വേണമെങ്കിലും പോവാം. ദേ ആർ ഓൾവേസ് ട്രാപ്ഡ് മോഷൻ. അപ്പോൾ അടുത്ത പോയിൻ്റാണ്, മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് വാൾ ഓഫ് കണ്ടെയ്ൻസ്. എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ഈ മോഷനിൽ നിന്ന് എപ്പോഴും മോഷനിലാണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ എപ്പോഴും എല്ലാ മോളിക്യൂൾസും മോഷനിലാണ്. അതായത് എല്ലാവർക്കും ഫ്രീഡം കിട്ടുമ്പോൾ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടും, ബോളുകളിലും മുട്ടും. അപ്പോൾ ടോട്ടലായിട്ടൊരു കൊളേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻ്റ്, മോളിക്യൂൾസ് കൊളേഷൻസ് ആർ ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൊളേഷൻ നടക്കുമ്പോൾ അതിൻ്റെ എനർജി കൺസേർവ് ചെയ്യുന്ന കൊളേഷനെയാണ് നമ്മൾ എലാസ്റ്റിക് കൊളേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കൊളേഷൻ നടക്കുന്നതിന് മുമ്പുള്ളതും കൊളേഷൻ നടന്നതിന് ശേഷമുള്ള എനർജിയും ഈ മോളിക്യൂൾസിന് സെയിം ആണെങ്കിൽ ആ കൊളേഷനെ നമ്മൾ ഇലാസ്റ്റിക് കൊളേഷൻ എന്ന് പറയും. ഓക്കെ, അത് മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത പോയിൻ്റാണ്, ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. അതായത് ഈ മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് സിസ്റ്റം എടുത്തു നോക്കുവാണെങ്കിൽ വളരെ ക്ലോസ്ഡ് പാക്കാണ്, അടുത്തടുത്താണ് അത് നിൽക്കുന്നത്. അടുത്തടുത്ത് നിൽക്കാൻ കാരണം എന്താണ്? അതിനിടയിൽ ഹൈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ഹൈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അത് അടുത്തടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അടുത്തത്, ഗ്യാസ് മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് വളരെ കൂടുതലാകാൻ കാരണം? അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവായതുകൊണ്ട്. അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവായത് കൊണ്ടാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടാൻ കാരണം. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോവാം. വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസസ്. അപ്പോൾ ഇനി നമുക്ക് അതിലെ പാർട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വോളിയത്തെക്കുറിച്ച് പഠിക്കാം. ആ പാർട്ടിലെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തു, ഇതിൽ നിറയും ഗ്യാസ് നിറച്ചു. അപ്പോൾ ഞാൻ വേറൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിലും ഞാൻ ഗ്യാസ് മോളിക്യൂൾ നിറച്ചു. ആദ്യം നിറച്ച അതേ മോളിക്യൂൾസ് തന്നെയാണ് ഞാൻ ഇപ്പുറവും രണ്ടാമത്തെ കണ്ടെയ്നറിലും നിറച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ വേറൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റി, മൂന്നാമത്തെ കണ്ടെയ്നറിലേക്ക് മാറ്റി. നമ്മൾ ഫസ്റ്റ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ഫസ്റ്റ് കണ്ടെയ്നർ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയവും ആ രണ്ടാമത്തെ കണ്ടെയ്നർ തന്നെയാണ്. സെയിം ഗ്യാസ് മോളിക്യൂളിൽ തന്നെയാണ് നമ്മൾ എല്ലാത്തും നിറച്ചിട്ടുള്ളത്.
അപ്പോൾ ഇനി തേർഡ് കണ്ടെയ്നറിൻ്റെ വോളിയം ആ തേർഡ് കണ്ടെയ്നർ തന്നെയാണ്. ഓക്കെ, ഇറ്റ് മീൻസ് വോളിയം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് മോളിക്യൂളിൻ്റെ പ്രഷർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടെയ്നർ വരച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഗ്യാസ് മോളിക്യൂൾസ് നിറച്ചു. ഗ്യാസ് മോളിക്യൂൾസ് റിപ്പീറ്റ് മോഷനാണ്, അതായത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് ഈ മോഷൻ്റെ ഇടയിൽ കൊളൈഡ് വിത്ത് ഈച്ച് അതർ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടും. അപ്പോൾ ഇത് കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് എപ്പോഴും ഹിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കണ്ടെയ്നറിൻ്റെ മേലയിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രഷർ P ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എനർജി പഠിക്കാം. എനർജി രണ്ട് തരമുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. പൊട്ടൻഷ്യൽ എനർജി അത് ഒരു മോളിക്യൂള് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ കാരണം കിട്ടുന്ന ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ മോളിക്യൂൾ പ്രസ് ചെയ്യുന്ന എനർജി, അതിൻ്റെ മോളിക്യൂളിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുന്ന എനർജി, അതിനെയാണ് നമ്മൾ ആ മോഷൻ കാരണം ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടാവുമല്ലോ, അതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇക്വാലൻ്റ് ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുമായി റിലേറ്റ് ചെയ്യാൻ പറ്റൂലേ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ പാഠത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക്, ഗ്യാസ് ലോ എന്ന ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. നമുക്ക് മൂന്ന് ലോസുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. ഈ മൂന്ന് ലോസും നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് ലോസ്, ഇതിനെ നാലിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ മൂന്ന് ലോസിനെയും പറയുന്നത്. ആദ്യം നമുക്ക് ബോയിൽസ് ലോ നോക്കാം. അതിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസും. ആദ്യം അതിലെ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോ ലോസ് പറയുമ്പോൾ നമുക്ക് അതിൽ കോൺസ്റ്റൻ്റ് എന്തൊക്കെയാണെന്ന് അറിയണം. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, ഇനി നമുക്ക് ചാൾസ് ലോ നോക്കാം. ചാൾസ് ലോയിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് പ്രഷറും നമ്പർ ഓഫ് മോളിക്യൂൾസുമാണ് കോൺസ്റ്റൻ്റ്. ഇനി ഇതിൽ വോളിയം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നമുക്ക് അവഗാഡ്രോസ് ലോ നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് കോൺസ്റ്റൻ്റ് എന്താണെന്ന്. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറുമാണ് ഇതിലെ കോൺസ്റ്റൻ്റ് അവഗാഡ്രോസ് ലോ അല്ലേ. അടുത്തത് ഇനി വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ അവഗാഡ്രോസ് ലോയിൽ വോളിയം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അടുത്തതായി ഇനി നമുക്ക് പാഠത്തിലെ നാലാം ഭാഗത്തേക്ക് കടക്കാം. റിലേറ്റീവ് അറ്റോമിക് മാസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ആദ്യമായിട്ട് നമ്മൾ അറ്റോമിക് മാസ് എന്താണെന്ന് അറിയണം. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ആറ്റത്തിൻ്റെ മാസ് കാണലാണ്. ഇനി നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആറ്റവും അതിൻ്റെ മാസിനെയും പരിചയപ്പെടാം. ഹൈഡ്രജൻ 1, ഹീലിയം 4, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 16. ഇപ്പം നമ്മളിവിടെ ഒരു ആറ്റം എടുക്കുകയാണ്, ഹൈഡ്രജൻ എന്നുള്ള ആറ്റം. അപ്പോൾ ആ ആറ്റത്തിൻ്റെ മാസ് അല്ല 1 ഗ്രാം. ആ ആറ്റത്തിൻ്റെ മാസ് അല്ല 1 ഗ്രാം. ഹൈഡ്രജൻ ആറ്റത്തിൽ 6.022 × 10⁻23 ചേർന്നാൽ മാത്രമേ അത് 1 ഗ്രാം ആവുകയുള്ളൂ. 6.022 × 10⁻23 ഓഫ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ് കൂടിയാലാണ് 1 ഗ്രാം ആവുക, അറ്റോമിക് മാസ് 1 ഗ്രാം ആവുന്നത്. അതുപോലത്തെ തന്നെയാണ് ഹീലിയത്തിൻ്റെയും കാർബണിൻ്റെയും നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും.
ഈ 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്നത് അവഗാൻഡ്രോസ് നമ്പറാണ്. അപ്പോൾ ആ ഓക്സിജൻ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആഡ് ചെയ്ത് അത്ര പാർട്ടിക്കിൾസ് ഓഫ് ഓക്സിജന് കൂട്ടിയാലേ 16 ഗ്രാം നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് GAM നോക്കാം, അതായത് ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്താണ്? ഒരു 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നാൽ കിട്ടുന്ന മാസ് എത്രയാണോ അതിനെ നമുക്ക് 1 ഗ്രാം എന്ന് പറയാം. GAM ഹൈഡ്രജൻ ആണെങ്കിൽ ഇത്രയും പാർട്ടിക്കിൾസ്, അതായത് 6.022 ഇൻറ്റു 10⁻23 കൂടി ചേർന്ന് കിട്ടുന്ന മാസ് 1 ഗ്രാമാണ്. അപ്പോൾ ആ 1 ഗ്രാമാണ് അതിൻ്റെ GAM എന്ന് പറയുന്നത്. നമുക്ക് ഹീലിയം എടുത്തു നോക്കാം. അതിൻ്റെയും ഇതുപോലെ തന്നെ ഇത്രയും പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് കിട്ടുന്ന മാസ് 4 ഗ്രാമാണ്. അപ്പോൾ ആ 4 ഗ്രാമാണ് അതിൻ്റെ 1 GAM എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓക്സിജൻ്റെ എടുത്ത് നോക്കാം. ഓക്സിജൻ ആണെങ്കിൽ ഇത്രയും പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് കിട്ടുന്നത് മാസാണ് ഇത് 16 ഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ ആ 16 ഗ്രാമാണ് അതിൻ്റെ 1 GAM എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാർബൺ എടുത്ത് നോക്കാം. കാർബൺ ആണെങ്കിൽ ഇത്രയും, അതായത് 6.022 ഇൻറ്റു 10⁻2 പാർട്ടിക്കിൾസ് കൂടി ചേർന്നാൽ കിട്ടുന്ന മാസ് 12 ഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ആ 12 ഗ്രാം ആണ് അതിൻ്റെ 1 GAM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു എലമെൻറ്റ് തന്നാൽ അതിൻ്റെ GAMഉം അതിൻ്റെ മോളും എത്രയാണെന്ന് കാണാനുള്ള വഴിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇവിടെ ഒരു കാർബൺ ആറ്റം എടുക്കുകയാണ്. അതിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. മാസ് ടേക്കൺ അതും ഞാൻ 12 തന്നെ എടുക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് എത്ര GAM ഉണ്ടാവുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് മാസ് ടേക്കൺ ബൈ അറ്റോമിക് മാസ്. അപ്പോൾ 12/12, അതായത് 12/12 = 1. ഗ്രാം അറ്റോമിക് മാസ് ഒന്നാണെങ്കിൽ നമ്പർ ഓഫ് മോൾസും ഒന്ന് തന്നെയായിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ, ഞാൻ കാർബണിൻ്റെ തന്നെ എടുക്കുന്നു, പക്ഷേ മാസ് ടേക്കണ് ഞാൻ 24 എടുക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്, അപ്പോൾ 24/12. അപ്പോൾ 2 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് നോക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസും GAMഉം സെയിം തന്നെയായിരിക്കും. നമ്മൾക്ക് ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസും 2 കിട്ടി. ഇനി നമുക്ക് GAM, അതായത് ഗ്രാം മോളിക്കുലാർ മാസും എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഹൈഡ്രജൻ എടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 ആണ്. അതിൻ്റെ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ മാസ് നമ്പർ 1 2 ഹൈഡ്രജനുകളാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 + 1 = 2. ഇനി ഞാനിവിടെ മാസ് ടേക്കൺ അവിടെ 2 എടുക്കുകയാണ്. അപ്പോൾ 2 എടുക്കുമ്പോൾ GAM എത്രയാവും? മാസ് ടേക്കൺ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, അതായത് 2/2 = 1. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസും 1 ആയി. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ഓക്സിജൻ എടുത്ത് നോക്കാം. O2. അപ്പോൾ ഓക്സിജൻ്റെ മാസ് നമ്പർ 16 ആണ്. ഇവിടെ നമ്മൾ 2 ഓക്സിജൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 16 + 16 = 32. ഇനി ഞാനിവിടെ മാസ് ടേക്കൺ 64 ആണ് എടുക്കുന്നത്. അപ്പോൾ മാസ് ഞാൻ 64 എടുത്തു. ഇനി നമുക്ക് GMM കാണണം. GMM കാണാൻ മാസ് ടേക്കൺ, അതായത് ഞാൻ എടുത്ത ഓക്സിജന് 64 ഡിവൈഡഡ് ബൈ 32 = 2. ഇനി നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് മോളാണ്. നമ്പർ ഓഫ് മോള് 2 ആണ്, അതായത് GMM സെയിം ആയിരിക്കും എപ്പോഴും നമ്പർ ഓഫ് മോൾസിൻ്റെ. Young Ting, you going crazy.